ഹായ് നമസ്കാരം ചങ്ങായിമാരെ, എന്തെങ്കിലും വിശേഷം സുഖമല്ലേ? ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ആരും എന്നോട് പൊങ്കാലയിടാൻ വരരുത്. കാരണം നമ്മൾ ഇന്നലെ ഒരു സംഭവം കാണുകയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി KSRTCയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എമർജൻസി ആയിട്ട് അവർക്ക് ഇറങ്ങണം എന്നുള്ളൊരു വിഷമം അവർ പലവട്ടവും പറഞ്ഞു. ഏകദേശം 3 മിനിറ്റ് 5 മിനിറ്റോളം അവർ വിഷമങ്ങൾ പറഞ്ഞതായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാനമാണ് അവർ വളരെയധികം മോശമായ രീതിയിൽ അവർ പെരുമാറുകയും ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർ ചെയ്ത് തെറ്റ് തന്നെയാണ്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. പക്ഷേ നമ്മളിതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യാത്രയിൽ ആ സമയത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സണാലിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറയാൻ മടി സത്യത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ അതേപോലെ അവർ പറയുന്നുണ്ട്, എനിക്കിവിടെ അർജൻറ്റായിട്ട് ഇറങ്ങണം, എമർജൻസിയാണ്, അത്യാവശ്യമാണ്, എന്നെ ഇറക്കി വിടണം എന്ന് പറയുന്നുണ്ട്. അത് കേട്ടില്ല. തെറ്റ് 2 ഭാഗത്തുണ്ട്. സത്യത്തിൽ ആ ഡ്രൈവറും കണ്ടക്ടറും ചെയ്ത് വളരെ മോശമായിപ്പോയി. പിന്നെ ആ പെണ്ണ് ചെയ്തതും വളരെയധികം മോശമായിപ്പോയി. ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഒരു ദേശത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും പറഞ്ഞത് വെറുതെ അല്ല. സത്യത്തിൽ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് എൻ്റെ വാപ്പയും എൻ്റെ കൂടെപ്പിറപ്പുകളും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിരുട്ടായിരിക്കും. ആ സമയത്ത് നമ്മൾക്ക് ചെയ്യുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇന്നത് നഷ്ടപ്പെട്ടു പോയി, ഇല്ലെങ്കിൽ ഇന്നത് സംഭവിച്ചു പോയി പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ശരിയല്ലേ? ക്ഷമിക്കണം ഏത് വിഷയത്തിനും. പക്ഷേ ഈ ഒരു സംഭവം നടന്നതിൽ കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടുന്നുണ്ടെന്ന് വളരെ മോശമായ രീതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്, തട്ടട്ട പെണ്ണെന്നോ അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഓരോ കമൻറ്റുകൾ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. ആ വീഡിയോ കുറേ വീഡിയോകൾ വന്നിട്ടുണ്ടല്ലോ. ഓരോ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ പോയി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. തട്ടിട്ട പെണ്ണെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ വളരെ ഇത് കേരളമാണ് സുഹൃത്തെ. തട്ടിട്ട പെണ്ണെന്നോ കുറിയിട്ട പെണ്ണെന്നോ ഇല്ലെങ്കിൽ കുരിശുമാലിട്ട പെണ്ണെന്നൊന്നും ഇല്ല. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. നിയമവും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഒരാളെയും സപ്പോർട്ട് ചെയ്യാൻ പറയുന്നില്ല. ആ പെണ്ണ് ചെയ്തതും തെറ്റ് തന്നെയാണ്, ആ ഡ്രൈവറും കണ്ടക്ടറും ചെയ്തത് തെറ്റ് തന്നെയാണ്. നമ്മുടെ കൂടെ പിറപ്പിങ്ങൾക്കോ ഇല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കമൻറ്റ് ഇടോ? ഇതേപോലെ മോശത്തിൽ നിങ്ങൾ പ്രതികരിക്കില്ല. സത്യത്തിൽ തെറ്റ് 2 ഭാഗത്തുമുണ്ട്. ഇങ്ങനത്തെ ഒരു എമർജൻസി സമയത്ത് ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് വണ്ടിയൊക്കെ ആകുമ്പോൾ ഇത്രയൊക്കെ സഹകരിച്ചു പോവുക. അവർക്കും അഹങ്കാരമുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. സത്യമല്ലേ? അതേപോലെ ആ പെൺകുട്ടിയുടെ ഇല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ക്ഷമ തെറ്റി ആ പെണ്ണ് അതിലേറെ പ്രഷർ കാണിച്ചു. അതല്ലേ ശരി? ദയവ് ചെയ്ത് എന്നെ ആരും പൊങ്കാലിടാൻ വരണ്ട. ഒരു വിഷമം, പൊതുവേ ഉള്ളൊരു വിഷമം ഞാൻ പറഞ്ഞതാണ്.